ഷൂ സ്റ്റൈലിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഞാനിന്ന് പറയാൻ പോകുന്ന ഷൂസുകൾ നമുക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന ഷൂസുകളാണ്. കാരണം നമ്മളെല്ലാവരും പല വെറൈറ്റി ഷൂസുകളും ധരിക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഷൂസുകൾ നിങ്ങളുടെ ലൈഫിൽ ഫുൾ ഉപകാരപ്പെടുന്ന ഷൂ സ്റ്റൈലുകളാണ്. ഫുട്വെയർ ഫോർ എ ലൈഫ് ടൈം. അതായത് ഒരുപാട് ടോപ്പ് എൻ്റെ ബ്രാൻഡുകൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. അഡിഡാസ്, നൈക്കി, ന്യൂ ബാലൻസ്, റീബോക്ക്, പല ബ്രാൻഡുകളുണ്ടെങ്കിലും ഇത് എല്ലാ ബ്രാൻഡും തന്നെ നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റും. ഓരോ ഒക്കേഷൻ അനുസരിച്ചാണ് നമ്മുടെ ഷൂസ് ധരിക്കേണ്ട ഒരു സീൻ വരുന്നത്. സോ നമുക്ക് എന്താണെന്നുള്ളതും ഇവൻ ഷൂസ് മാത്രമല്ല, നമുക്ക് സാൻഡൽസ് ആയാലും ശരി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയ കുറച്ച് ഷൂസുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ഫാഷനും ട്രെൻഡും എക്കാലവും മാറി മറിഞ്ഞ് വരുമെങ്കിലും ഈ പറയുന്ന ഷൂസുകൾ എന്നും നിലനിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി ഓഫ് ഷൂസിലോട്ട് നിങ്ങളുടെ സ്റ്റൈലുകൾ മാറ്റാം. ഫുട്വെയർ ഫോർ ലൈഫ് സ്റ്റൈലിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടിയത് ഷൂസ് അല്ല. അതായത് നമുക്ക് ആദ്യം വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 വള്ളി ഉള്ള ചെരുപ്പ്. 2 വള്ളി ചെരുപ്പ് ശരിക്കും നമ്മുടെ റബ്ബർ ചെരുപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പും അതേപോലെ സ്ലൈഡേഴ്സും. ഈ രണ്ടുമാണ് നമുക്ക് ആദ്യം നമ്മുടെ ലിസ്റ്റിലോട്ട് കൊണ്ടുവരേണ്ടത് ലൈഫ് ടൈമിൽ. കാരണം നമ്മളെന്നും ഷൂസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും കാലിന് ചില സമയത്ത് നമ്മൾ നല്ല സുഖമൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും റിലാക്സ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഏതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെ സ്ലൈഡേഴ്സ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ നോക്കി മേടിക്കുക. അത് ആണ് ആദ്യം നമുക്ക് മസ്റ്റായിട്ട് വേണ്ടിയത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള സ്നീക്കേഴ്സാണ്. സ്നീക്കേഴ്സ് ഇല്ലാണ്ട് എന്ത് സ്റ്റൈല്. സ്നീക്കേഴ്സ് മസ്റ്റായിട്ട് നമുക്ക് വേണ്ടിയ കാര്യമാണ്. സ്നീക്കേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരുപാട് വെറൈറ്റി സ്നീക്കേഴ്സ് ഉണ്ട്. ബ്രാൻഡ് ഏതുമായാലും പക്ഷേ വാങ്ങുമ്പോൾ ഒരു നല്ല ബ്രാൻഡ് സ്നീക്കേഴ്സ് തന്നെ നിങ്ങൾ മേടിക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസിക് സ്നീക്കേഴ്സ് എന്ന് പറയാൻ എനിക്ക് പറഞ്ഞ സ്റ്റാൻ സ്മിത്ത് ആണ്. വൈറ്റ് സ്റ്റാൻ സ്മിത്ത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ ഇന്നത്തെ ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു ചങ്കി കൈൻഡ് ഓഫ് സ്നീക്കേഴ്സ് അതും നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡ്രോബിലേക്ക് കൊണ്ടുവരാം. ബട്ട് ഇതിനെ നമുക്ക് എവർഗ്രീൻ പറയാൻ പറ്റില്ല. എവർഗ്രീൻ നമുക്ക് വൈറ്റ് സ്നീക്കേഴ്സ് തന്നെയാണ്. സോ ഒരു വൈറ്റ് സ്നീക്കേഴ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ മേടിക്കാം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഡ്രസ് ഷൂ ആണ്. ഡ്രസ് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോർമലും കാഷ്വലും ഒരേപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഡ്രസ് ഷൂ കാറ്റഗറിയിൽ ഞാൻ 3 കൈൻഡ് ഓഫ് ഷൂസാണ് ഞാൻ പറയുന്നത്. അതായത് ഒന്ന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന പെന്നി ലോഫേഴ്സാണ്. പെന്നി ലോഫേഴ്സ് പറഞ്ഞവർ ഒരുപാട് കളറിൽ അവൈലബിൾ ആണെങ്കിലും ഇപ്പോൾ ഒരു ക്ലാസ്സും സ്റ്റൈലും തന്നെ സാധനമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ കുറച്ചും കൂടി ഡ്രസ്സ് ചെയ്യായിട്ടുള്ള ഒരു ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടി ഒരു സ്റ്റൈൽ ചെയ്യുന്ന സംഭവങ്ങളാണ്. അതായത് ഒരു ഡബിൾ മോങ്ക് ലോഫേഴ്സ്, ഒരു ടസൽ ലോഫേഴ്സ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഇത് രണ്ടും ധരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റൈൽ അപ്ഗ്രേഡ് തന്നെ ഉണ്ടാകുന്നതാണ്. രണ്ടും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് ഓൺസ് ആണ്. എവരിഡേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ 2 കാറ്റഗറിയാണ് പറയണത്. ഒന്ന് സ്വേദാണ്, പിന്നെ അല്ലാണ്ട് നമ്മുടെ നോർമൽ ലോഫേഴ്സ് ഇടലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് എവരിഡേ യൂസ് ചെയ്യാനായിട്ട് ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമില്ല. ബട്ട് ഓൺലി തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സാധനം ചൂസ് ചെയ്ത് മേടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സോഫ്റ്റ് ലെതർ ആയിരിക്കണം നമ്മൾ എവരിഡേ യൂസിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. സോ എവരിഡേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമൽ സ്ലിപ്പ് ഓൺ ഷൂസ്, അതായത് സ്വേദിൻ്റെ മേടിക്കാം, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ലെതർ മേടിക്കാം. അടുത്തത് ലെതർ സാൻഡൽസ് ആണ്. നമ്മുടെ ചെരുപ്പിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പും സ്ലൈഡേഴ്സൊക്കെ പറഞ്ഞു. ബട്ട് ലെതർ സാൻഡൽസ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഒരു ലെതർ സാൻഡലെങ്കിലും നമുക്ക് എല്ലാവർക്കും വേണം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ റോങ് ആയിട്ട് ആൾക്കാർ ഇടുന്ന കാണുന്ന സാധനമാണ് നമ്മുടെ സാൻഡൽസ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഈ സാധനങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒട്ടും നിങ്ങൾക്ക് ഒരു സ്റ്റൈലിംഗ് ക്ലാസ്സൊന്നും തന്നെ ഒരു സാധനമല്ല. പകരം ഇതാണ് നമുക്ക് ഇടേണ്ടത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സാൻഡൽസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബ്രാൻഡിൻ്റെയൊക്കെ ആയിരിക്കാം. ബട്ട് ഇതിൻ്റെയൊക്കെ കോപ്പിയോ ഒരു സിമിലർ ആയിട്ടുള്ളതോ നമുക്ക് ഓൺലൈനിൽ ഓൾറെഡി അവൈലബിൾ ആണ്. സോ സാൻഡൽസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ക്ലാസ് അതിന് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഒരു ബൾക്കി ആയിട്ടുള്ള ഒട്ടും ഒരു ലുക്കും ഒരു ക്ലാസ്സും തരാത്ത സാധനം ദയവ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. സോ ഈ സാൻഡൽസ് നിങ്ങൾ യൂസ് ചെയ്യുക. കുറച്ച് നല്ല സാൻഡൽസിൻ്റെ ലിങ്ക്സ് എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. സോ ഇഷ്ടമുള്ളവർക്ക് അത് കയറി മേടിക്കാം. ലാസ്റ്റായിട്ട് ഞാൻ 2 ഷൂസും കൂടി പറയാനാണ്. നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ ഷൂസും കൂടി മേടിക്കാം. ഒന്ന് ഒരു ഹോളിഡേ ഷൂസാണ്. ഹോളിഡേ എന്ന് മാത്രമല്ല വളരെയധികം കംഫർട്ട് എന്നൊരു ഷൂ ആണ്. ഇത് എസ്പാഡ്രലാണ്. എസ്പാഡ്രൽ ശരിക്കും പറഞ്ഞാൽ ഷോർട്സിൻ്റെ കൂടെയാണ് ശരി, ഒരു കാഷ്വൽ ഡ്രസ്സിൻ്റെ കൂടെയാണ് ശരി. ഈവൻ നിങ്ങളൊരു സ്മാർട്ട് കാഷ്വലായിട്ട് ഡ്രസ്സപ്പ് ചെയ്യണമെങ്കിൽ പോലും ഈ എസ്പാഡ്രൽ ഇടാവുന്നതാണ്. നല്ലൊരു ലുക്ക് തന്നെ ഒരു സാധനമാണ്. അപ്പോൾ അത് ഒരെണ്ണം നിങ്ങൾ മേടിക്കുക, ഒരു എസ്പാഡ്രൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു സ്ലിപ്പ് ഓൺ തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ സ്ലിപ്പ് ഓൺ മേടിക്കുക എന്നുള്ളതാണ്.
കാരണം ഒരു നല്ല സ്ലിപ്പ് ഓണും എപ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. നല്ല കംഫർട്ട് തരുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ലിപ്പ് ഓണും കൂടി നമ്മൾ നമ്മുടെ വാർഡ്രോബിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഷൂ ഫോർ ലൈഫ് ടൈമിലേക്കുള്ള ഷൂസുകളും കാര്യങ്ങളും. ഇതിലെല്ലാം തന്നെ നമുക്ക് മേടിക്കാൻ പറ്റിയെന്ന് വല്ല ആവശ്യമുള്ളവർക്ക് മേടിക്കാം. ഞാൻ എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഫാഷനും സ്റ്റൈലുമായി ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ.